PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തന്നെ പോയതാണ്, പോയത് തെറ്റാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളെ വിളിച്ചു വരുത്തിയതോ മറ്റൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം പിന്നെ കാണുന്ന അയാളോട് അങ്ങനെ ആവശ്യപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്ന. ഞാൻ വിളിച്ചു വരുത്തിയതല്ല, അദ്ദേഹം എന്നെ വിളിച്ച് എന്റെ സൗഹൃദം, അദ്ദേഹവുമായി എനിക്ക് സൗഹൃദമുണ്ട്, എനിക്ക് നിങ്ങളെ കാണുന്ന നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. രാത്രിയിൽ പോയി PV അൻവറിനെ കണ്ടത് എന്തിനാണ് എന്നുള്ളത് വിശദീകരിക്കാൻ രാഹുൽ അല്പം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാത്രം അത് കണ്ടപ്പോൾ തോന്നുകയാണ്. UDF സ്ഥാനാർത്ഥി കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശത്രുവായിരുന്ന ഒരാളെ, UDFന്റെ ഒരു പ്രധാനപ്പെട്ട യുവമുഖം രാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കണ്ട് കൈകൊടുത്തിട്ട് പോകുന്ന ദൃശ്യങ്ങളിൽ എന്താണ് വായിക്കേണ്ടതെന്നുള്ള രാഷ്ട്രീയ കേരളത്തിന്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇത്തരം പല അളവുകളും പയറ്റാറുണ്ട്. അത് സമ്മതിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 300-400 ആക്കിയ ഗവൺമെന്റ് ഏതാ? 300-400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്. 400-500 ആക്കിയ ഗവൺമെന്റ് ഏതാ? അത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 500-600 ആക്കിയ ഗവൺമെന്റ് ഏതാ? അത് ഉമ്മൻചാണ്ടിയുടെ. കൂട്ടിനല്ലേ പറയുന്നുള്ളൂ, കൊടുത്തു എന്നുള്ള വർത്താനം പറയുന്നില്ലല്ലോ. ഭരിച്ചിരുന്ന കാലത്ത് അത് കൂട്ടിയിട്ടുമില്ല, പൊട്ടിച്ചിട്ടുമില്ല. നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ MPയും രാഹുൽ മാങ്കൂട്ടം MLAയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച പോലീസ്. പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് കയർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കേണ്ടി വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഈ പെട്ടി വിഭാഗം സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.